2024 CUET എക്സാമിന് റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ചോദിച്ച ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഈ പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് അസംഷൻ മാത്രമാണ്, ഓപ്ഷൻസ് തെറ്റാണ്. പക്ഷെ ഇതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളതാണ് ജസ്റ്റ് പറയാൻ പോകുന്നത്. അതായത് APB is a curved surface of radius. റേഡിയസ് തന്നിട്ടുണ്ട് 6-10 സെൻറ്റിമീറ്റർ. എയറും ഒരു ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ. അപ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1 അല്ലെങ്കിൽ N1 എന്ന് പറയുന്നത് 1 ആണ്. μ2 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് എത്രയാണ്, 4/3 ആണ്. അങ്ങനെയാണെങ്കിൽ എ പോയിന്റ് ഓഫ് പ്ലേസ്ഡ് ഇൻ ആൻ എയർ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് സർഫേസ് 20 സെൻറ്റിമീറ്റർ ഫ്രം P. അതായത് യു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് യു എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പം വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ഓഫ് ഇമേജ്? അപ്പം N2/V minus N1/U equal to N2 minus N1/R. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഈ പറയുന്ന വാല്യൂസ് ഒക്കെ ജസ്റ്റ് നോക്കുക, അത്രേ ഉള്ളൂ പണി. അപ്പം V കിട്ടും. N2 എന്ന് പറയുന്നത് കിട്ടി 4/3/V നമുക്കറിയില്ല. മൈനസ് N1/U. N1 എന്ന് പറയുന്നത് എത്രയാണ്, 1/U എന്ന് പറയുന്നത് -20. എന്തിന് മൈനസ് സൈൻ ഇട്ടു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് കാർട്ടീഷ്യൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇത് ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്, റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്. ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ എന്താണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് U -20 ആവുന്നത്. -20 ഈക്വൽ ടു N2 minus N1. 4/3 minus N1/R എന്ന് പറയുന്നത് 10. ഇനി ഇവിടെ സോൾവ് ചെയ്യുക. 4/3V plus 1/20 equal to 4 minus 3 1/3/10. അപ്പോൾ 4/3V plus 1/20 equal to 1/30. 4/3V equal to 1/30 minus 1/20. 4/3V equal to 20 minus 30 -10/600. ഈ സീറോവും കട്ട് ചെയ്യും. അപ്പം 240 ഈക്വൽ ടു -3V. അപ്പോൾ V എന്ന് പറയുന്നത് 240/3. 240/3 എന്ന് പറയുന്നത് എത്രയാണ്, -324. അപ്പോൾ -80 ആണെന്ത്, 80 മീറ്റർ ആണ് V എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് കൊടുക്കുന്നതിൽ മൈനസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ഉള്ളത് മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3ഉം എന്തായാലും എല്ലാം എന്നുള്ളത് ഉറപ്പിക്കുക. പക്ഷേ ഈ പറയുന്നത് 20ഉം 60ഉം ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും സത്യം പറഞ്ഞാൽ ശരിയല്ല. പിന്നെ അസ്യൂം ചെയ്തിട്ട് എന്താണ് റേഡിയസ് 60 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ജസ്റ്റ് അസംഷൻ മാത്രമാണ്. ആഫ്റ്റർ ഓൾ എന്തായാലും ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3ഉം അല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. സോ ബൈ.